ഹലോ, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിതവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല എന്നുള്ളൂ. ചെറുതായിട്ടൊരു ഇന്നലെ രാത്രി ഒരു തൊണ്ടവേദന, കിച്ച് കിച്ച്, തലവേദന, ഈ നീരിറക്കത്തിൻ്റെ സംഭവമാണ് തോന്നുന്നു. എനിക്ക് വിയർപ്പ് പെട്ടെന്ന് താവുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നല്ലോണം ഉണ്ട്. ടോൺസസിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പ് തീരെ പറ്റില്ല അങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഡയറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരാറില്ല. ഇതിപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് കണ്ണ് തുറന്നിട്ട് തല മാത്രം പൊന്തുന്നില്ല കേട്ടോ. കാരണം തലവേദനയായിട്ട് അങ്ങനെ ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ കിടന്ന് നമ്മളെ വെയിൽ വന്നിട്ട് ഇതാ എഴുന്നേൽക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ നമുക്കൊന്ന് വെയിറ്റ് നോക്കാം കേട്ടോ. കുറേ ദിവസമായില്ലേ നമ്മൾ വെയിറ്റ് നോക്കിയിട്ട്. അപ്പോൾ കമൻ്റായിട്ടൊക്കെ വരുന്നുണ്ട്, ഇന്ന് എത്രയാണ് വെയിറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഒന്നാമത് ഞാൻ ബിരിയാണിയൊക്കെ ഇങ്ങനെ കഴിക്കുന്നതും കല്യാണങ്ങൾക്കൊക്കെ പോവുക, ബിരിയാണി കഴിക്കുന്നതൊക്കെ കണ്ടിട്ടാവും എന്താണ് ഇപ്പോൾ വെയിറ്റ് കൂടുന്നുണ്ട് കുറയുന്നുണ്ടൊക്കെ. അപ്പോൾ എനിക്കും ഒന്ന് അറിയണം എന്നുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് നോക്കാം എന്നാണ് ഇന്നത്തെ ഒരു പ്ലാന്. കാരണം രാവിലെ വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ കണ്ടാലൊരു ടെൻഷനാണ് അല്ലേ. അപ്പോൾ പക്ഷേ നമ്മളെന്നും നോക്കുന്നതാണ് നമുക്ക് നല്ലത്. വെയിറ്റ് കൂടുതൽ കണ്ടാൽ അന്നത്തെ ദിവസം നമ്മൾ കുറച്ചൊന്ന് സ്ട്രിക്റ്റ് ആക്കുമല്ലോ. അപ്പോൾ ഞാൻ കരുതി ഇനിയിപ്പോൾ ഇന്ന് കുറഞ്ഞാലും കൂടിയാലും നമ്മൾ വെയിറ്റ് നോക്കാമെന്ന്. അങ്ങനെ നമ്മൾ പല്ലത്തേപ്പ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ എന്താ അവിടെ വെയിറ്റ് നോക്കാം കയറിയിട്ടുണ്ട്. അപ്പോൾ 99.1 കേട്ടോ. അപ്പോൾ നമ്മൾ 99.7 ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ നമ്മളൊരു 600 ഗ്രാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 2 ദിവസമായിട്ട് ചെറുതായിട്ടൊരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഒരു സുഖം കിട്ടുന്നില്ല. എന്താ അറിയില്ല, ഒരുപാട് 2-3 ദിവസമായിട്ട് ഭയങ്കര അലച്ചിൽ കല്യാണങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ അറിയില്ല. പിന്നെ ഇപ്പോൾ ഒരു ചെറിയൊരു തലവേദന, ഒരു തൊണ്ട് ഡ്രൈ ആവുക. പനിക്കൊന്നുമില്ല. പനിക്കാണെങ്കിൽ നമുക്ക് പനീൻ്റെ കൂടി കുടിച്ച് എവിടെയെങ്കിലുമൊക്കെ കിടക്കായിരുന്നു. ഇതാ പനിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരു ചെറുതായിട്ട് ഇങ്ങനെ ഒരു അസ്വസ്ഥത. കാര്യമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് മടി എന്നൊക്കെ പറയാം. അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഒരു ദിവസം അങ്ങനെ മടിച്ചായി അങ്ങനെ നടന്നു. അതുകൊണ്ടാണ് വീഡിയോ വരാഞ്ഞത്. നമ്മളിപ്പോൾ ശനി ഞായർ കല്യാണങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ കല്യാണത്തിൻ്റെ തന്നെ നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു വേറൊരു വീട്ടിൽ പോയിട്ട് നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ച് നമ്മൾ നമ്മുടെ ഒരു കല്യാണത്തിൽ പോയുള്ള അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചതാണ്. നമ്മൾ കാണാനൊക്കെ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വന്ന് പിറ്റേന്ന് വന്നതിൽ ഒരു ചെറുതായിട്ട് ഒന്നാമത് എനിക്ക് തോന്നുന്നു നമ്മൾ കല്യാണങ്ങൾക്കൊക്കെ വേണ്ടി ഒരുപാട് ഡ്രസ്സ് നമ്മൾ തയ്ക്കാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. തയ്ക്കുന്നതൊക്കെ രാത്രിയാണ്. അപ്പോൾ നീരിറക്കം സംഭവങ്ങളൊക്കെ എനിക്കുണ്ടാവും, പെട്ടെന്നുണ്ടാവും. ടോൺസസിൻ്റെ പ്രശ്നമുണ്ട് കേട്ടോ തൊണ്ടയ്ക്ക്. അപ്പോൾ ഇപ്പോൾ പിന്നെ നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ടോൺസസിൻ്റെ പ്രശ്നം പിന്നെ ഇപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് ഇല്ല കേട്ടോ. എന്താ പറയുക, നമ്മൾ തണുത്ത വെള്ളം, ജ്യൂസ്, ചോക്ലേറ്റ് അങ്ങനെ കഴിക്കുമ്പോഴാണ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ആ ഒരു സംഭവങ്ങളില്ല കേട്ടോ. ഇപ്പോൾ ടോൺസസ് അങ്ങനെ വരാറില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വിയർപ്പ് താവാനാണ് ചാൻസ്. പിന്നെ അവിടെ മുകളിൽ നിന്ന് ഒരു തയ്ക്കുമ്പോൾ അവിടെ ഭയങ്കര ചൂടാണല്ലോ, അപ്പോൾ അതായിരിക്കും ചാൻസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴേ അതിനെ ഏറ്റവും ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഡയറ്റാണല്ലോ ഈ കീറ്റോ ഡയറ്റ്. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്താ കഴിക്കാൻ പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബീഫ് അല്ലെങ്കിൽ എന്താ മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് വാങ്ങി കഴിക്കും. പക്ഷേ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ ചോറിൽ ഇങ്ങനെ ബിരിയാണി മസാല ഒക്കെ ചിക്കനെ പൊരിച്ചതൊക്കെ ഉണ്ടാവും. നമ്മൾ ആദ്യത്തെ ദിവസം കല്യാണത്തിന് ശനിയാഴ്ചത്തെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ചിക്കൻ വറുത്തതും ബീഫൊക്കെ നല്ലവണ്ണം കിട്ടിയതുകൊണ്ട് ഞാൻ റൈസ് തൊട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. എന്നാലും മസാലമിൽ നമ്മളിങ്ങനെ കുറച്ച് ചോറൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും. പിന്നെ അന്ന് വൈകുന്നേരം വന്നിട്ട് ഞാൻ പിന്നെ ഒന്നും കഴിച്ചില്ല. എനിക്ക് തൊണ്ടയ്ക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ചായ കുടിച്ചു. പക്ഷേ അത് നമ്മൾ മധുരം ആഡ് ചെയ്തിട്ടൊന്നുമില്ല, പാൽ ചെയ്യണം കേട്ടോ. പക്ഷേ പാല് നമുക്ക് നമ്മുടെ കീറ്റോയിൽ പറ്റാത്തത് കൊണ്ട് അങ്ങനെ ചെറുതായിട്ടൊരു ഇളക്കൊക്കെ തട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് തൊണ്ടയ്ക്ക് ഡ്രൈ ആയി. നമ്മൾ പിന്നെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിക്കുമല്ലോ. ചുക്ക് കാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ കാപ്പി പൊടിയൊക്കെ ഇട്ട് ചുക്കൊക്കെ ഇട്ട് തിളപ്പിക്കുമ്പോൾ ആ ചുക്ക് കാപ്പീൻ്റെ പേക്ക വാങ്ങുക. നമ്മൾ ചുക്കൊന്നും വാങ്ങാറില്ല, പേക്കാണ് വാങ്ങും, ഉണ്ടാക്കി കഴിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ശർക്കരയൊക്കെ അതിൽ തന്നെ ഉണ്ടാവുന്നതുകൊണ്ട് എന്തായാലും മധുരമൊക്കെ ചെന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെയൊക്കെ അതൊന്നും എനിക്കറിയില്ല കേട്ടോ. പിന്നെ 2ാമത്തെ ദിവസം ഞായറാഴ്ച കല്യാണത്തിന് പോയപ്പോൾ അവിടുന്ന് പിന്നെ എന്താ പറയുക, അങ്ങനെ സെപ്പറേറ്റ് ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊന്നും അങ്ങനെ കിട്ടാതെ അങ്ങനെ ഉണ്ട് കേട്ടോ. പക്ഷേ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് റൈസ് നല്ല അതിലുള്ള റൈസ് അങ്ങനെ റൂസിന് വാരി കൊടുത്തതിൻ്റെ ബാക്കി അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ചെറുതായിട്ടൊരു ഒരു ഇളക്കം തട്ടി നിൽക്കുകയാണ് നമ്മുടെ കീറ്റോടായിട്ട്. അപ്പം പിന്നെ പിറ്റേന്ന് വന്നിട്ട് ഭയങ്കര ക്ഷീണം. പിന്നെ ഇന്നലെയൊക്കെ സത്യം ആ ക്ഷീണമുള്ള ദിവസവും ഞാൻ ഇന്നലെ വീഡിയോ എടുക്കാത്ത ആ ദിവസം ഉണ്ടല്ലോ, ആ ദിവസം എന്ന് പറയുന്നത് വലിയ ഇതൊന്നുമില്ല, ഒന്നും അധികം ഫുഡൊന്നും കഴിച്ചിട്ടില്ല.
പക്ഷേ എന്താ കഴിക്കുന്നതൊക്കെ ഈ ചായ വെള്ളം ചൂടുള്ള സംഗതികൾ ഈ ഒരു നമുക്ക് ഈ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് ചൂടുവെള്ളം ചായ അങ്ങനെയൊക്കെ കുടിക്കാനായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചായയൊക്കെ ആയിരുന്നു അധികം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കട്ടൻ ചായ എനിക്ക് വലിയ ഇഷ്ടമില്ല, അതിലേറെ ഇഷ്ടം പാൽ ചായ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ തൊണ്ടക്ക് സുഖം കിട്ടാൻ വേണ്ടി എന്തൊരു ഡയറ്റൊക്കെ കിടന്നിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, കീറ്റോ ഡയറ്റ് ചെയ്യുന്നാൽ പെട്ടെന്ന് വണ്ണം കൂടും, കുറയുന്ന പോലെ തന്നെ വണ്ണം കൂടുന്നു. അത് ശരി തന്നെയാണ്. കാരണം എത്ര പെട്ടെന്ന് വണ്ണം കുറയുന്നു, ഏറ്റവും പെട്ടെന്ന് വണ്ണം കുറയുന്ന ഒരു ഡയറ്റാണ് കീറ്റോ ഡയറ്റ്. നമ്മൾ പ്രോപ്പറായിട്ട് കറക്റ്റ് ചെയ്താൽ കേട്ടോ. പക്ഷേ നമ്മുടേതൊക്കെ എന്താ പറയുക, മട്ടക്കടമ്പ ചുട്ടി എന്നൊക്കെ ഉള്ളൊരവസ്ഥയാണ്. അതേ ഇതുണ്ടല്ലോ നമ്മൾ ആദ്യത്തെ ഒരാഴ്ച ചെയ്ത ആ ഒരു സ്ട്രിക്റ്റൊന്നും ഇപ്പം ഇല്ലാന്ന് ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. എന്നാലും നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്നുള്ള ഒരു സംഭവമുള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിസംബർ മുതൽ ജനുവരി ലാസ്റ്റ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എത്തിയപ്പോഴേക്കും നമ്മളൊരു 8 കിലോ വരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്നും ചെയ്യാതെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് കൂടിയിട്ടേ ഉണ്ടാവുള്ളൂ, 110 എത്തിയിട്ടുണ്ടാവും. അങ്ങനെ വിചാരിച്ച് അതിലൊരു പോസിറ്റീവ് നമുക്ക് എടുക്കാം എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പം കീറ്റോ ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. വെയിറ്റ് പെട്ടെന്ന് കൂടും. ഞാൻ അനുഭവിച്ച കാര്യം നമ്മൾ എങ്ങനെ കുറക്കുന്നോ അതിനേക്കാൾ സ്പീഡിൽ കൂടുന്നൊരു ഡയറ്റാണ്. സാധാ ഡയറ്റ് ആകുമ്പോൾ നമ്മൾ അരിഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് കുറയുന്ന ഡയറ്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ നിർത്തിയാലും അത് തന്നെയാണല്ലോ കഴിക്കുന്നത്. ഇതങ്ങനെയല്ലല്ലോ, നമ്മൾ അരിഭക്ഷണം ഒന്നും കഴിക്കാതെ പിന്നെ നിന്നിട്ട് ഇപ്പോൾ പഞ്ചസാര ഷുഗറിൻ്റെ ഇത്തിരി പോലും കഴിക്കുന്നില്ല. അപ്പോൾ അതങ്ങനെയൊക്കെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും ആ ഒരു പ്രശ്നം വരും. അത് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അനുഭവമുണ്ട്, ഞാനും എൻ്റെ അനുജവും തുത്തൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ആ ഒരു കൊറോണ കാലത്ത് ഒരു 2-3 മാസം കൊണ്ട് ഇങ്ങനെ മെലിഞ്ഞിട്ട് പോയതായിരുന്നു കേട്ടോ. പിന്നെ അതൊരു അനുജവും പെട്ടെന്ന് അവന് ജോലിക്കൊക്കെ പോകണേ, നമ്മൾ വീട്ടിലാകുമ്പോൾ കുറച്ചൊക്കെ പിന്നെ നമുക്ക് കഴിക്കണ്ടെന്നൊക്കെ കരുതും. നമ്മളിങ്ങനെ പിന്നെ ആ കൺട്രോളൊക്കെ ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട്. ഞാനൊരു 4 കൊല്ലം വരെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നിട്ടാണ് വീണ്ടും പിന്നെ 100 കിലോ തന്നെ ആയത് കേട്ടോ, 75-ന്ന്. പക്ഷേ അവന് എങ്ങനെ ജോലിക്കൊക്കെ പോകും, അന്നൊക്കെ ബോംബെ ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ആയിരുന്നു അവന് ജോലി കാര്യങ്ങളൊക്കെ. ഇപ്പോഴാണ് നാട്ടിൽ സെറ്റിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുന്ന് കിട്ടുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറച്ചി ചിക്കൻ തരുന്ന പോലെ ഒന്നും കഴിയാത്തത് കൊണ്ട് അവൻ പെട്ടെന്ന് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനിപ്പോൾ ആ കീറ്റോ ഡയറ്റ് ഇഷ്ടമല്ല കേട്ടോ. എന്നോട് പറയും, താത്ത ചെയ്യണ്ട ഈ അല്ലാത്ത ഡയറ്റ് ചെയ്തോ എക്സസൈസ് ചെയ്തോ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. 5 കിലോ ആണെങ്കിലും കുറഞ്ഞോട്ടെ. പക്ഷേ നമ്മൾ സാധാ ഡയറ്റ് ചെയ്തത്ര കുറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം. കാരണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് പരിപാടികളുണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മുടെ രാവിലെ എഴുന്നേൽക്കാൻ വൈകിയതുകൊണ്ടും നമുക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞ് അസുഖങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ എന്താ പറയുക വീഴാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ, ഒന്ന് തള്ളു കിട്ടാനൊക്കെ വീഴാനെന്ന് പറഞ്ഞ പോലെയാണ് ഇന്ന് പുറത്ത് നിന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ സാധാരണ ഹസ്ബൻഡിനോട് പറഞ്ഞ് ഹസ്ബൻഡ് കൊണ്ടുവരാറാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഞാൻ മൂപ്പര് പോകുമ്പോൾ ജോലിക്ക് പോകണ നേരമൊന്നും ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ അങ്ങനെ പോണതും കാര്യങ്ങളൊക്കെ അറിയണുണ്ട്, എന്നാലും മടി പിടിച്ചങ്ങനെ കിടക്കുകയാണ്. കാരണം നമുക്ക് തല അങ്ങോട്ട് പൊന്താഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിലിങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ പറയാനും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല, ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നായിരുന്നു. പക്ഷേ മൂപ്പര് പോണതിന് മുന്നേ പറഞ്ഞിട്ടില്ലെങ്കിൽ കിട്ടൂലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വരുമ്പോൾ 9:30 ആവും. അപ്പോൾ ഇതുമൂന്ന് കൊണ്ടാക്കാൻ പോകാനാവും. അപ്പോൾ ഇനി വിളിച്ച് പറഞ്ഞാൽ വരുമ്പോഴേക്കും 9:30 ആവും. അപ്പോൾ പറ്റില്ലല്ലോ. അപ്പോൾ അതിന് മുമ്പേ ഇതുമൂന്ന് കഴിക്കണം, ലഞ്ച് ബോക്സ് പാക്കാക്കണം, അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഞങ്ങളെ നാട്ടിലടുത്ത് തന്നെ മമത ബേക്കറി ഉണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് വിളിച്ചു നോക്കി. ഞങ്ങൾ സാധാരണ റൈസൊക്കെ ഇങ്ങനെ മന്തി ബിരിയാണിയൊക്കെ അവിടെ നിന്ന് ഓർഡർ വീട്ടിലേക്ക് ഡെലിവറി ഒക്കെ ഉണ്ട്, ഹോം ഡെലിവറി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഓർഡർ ചെയ്യാറുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വിളിച്ചു നോക്കിയതായിട്ട്. ഇല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിക്കൂട്ടി പരിപാടി പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിളിച്ച് നോക്കിയപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ വീട്ടിലേക്ക് എത്തിച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാവിലെ ഇല്ല 10 മണിക്ക് ശേഷം വരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ഓട്ടോയിൽ കൊടുത്തേക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അത് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഓട്ടോ പൈസ കൊടുത്താൽ മതിയല്ലോ. പക്ഷേ അവർ കൊണ്ടു തരികയാണെങ്കിൽ നമുക്ക് ആ ഡെലിവറി ഓട്ടോ പൈസ വേണ്ട. അപ്പോൾ എന്നാലും പോട്ടെ, നമുക്ക് അത്യാവശ്യമായതുകൊണ്ട് സമയം നല്ലോണം അതിക്രമിച്ചത് കൊണ്ടും നമ്മളിതങ്ങനെ ഇത് ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ നൂൽപുട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവിടെ പൊറോട്ടയുണ്ട്, മീൻകറിയുണ്ട്, എല്ലാ പല ദോശ ഉണ്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പൊറോട്ട വേണ്ട, ഇത് മതി നമുക്ക്
നൂൽപുട്ടാക്കാമെന്ന് കരുതി അത് ഞാൻ ഓർഡർ ചെയ്തു. അതിലേക്ക് നമ്മൾ വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അപ്പോൾ മുട്ടക്കറി ഉണ്ട്, മുട്ട റോസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വെജിറ്റബിൾ കുറുമ എന്ന് പറഞ്ഞപ്പോൾ എന്തോ അത് വാങ്ങാനൊരു കൊതി. അപ്പോൾ ഞാൻ അതും വാങ്ങി. വാങ്ങി വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഞാനത് വന്ന് എന്താ പറയുക, അവർ വന്ന് അത് വാങ്ങി വരുമ്പോൾ ഇതും മദ്രസ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം മനസ്സിലായാലും സമയം 8:45 എൻ്റെ ഒരു രാവിലത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. ഒന്നും ചെയ്തിട്ടില്ല, വേറെ ഒരു സംഗതി ചെയ്തിട്ടില്ല. നമ്മൾ മുറ്റത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ല, അലക്കാനിട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ എൻ്റെ ദിവസം ഇങ്ങനെയാണ് സ്റ്റാർട്ടാക്കിയത്. അപ്പോൾ നമ്മളതൊക്കെ നമ്മുടെ കാസറോളിലേക്കും കറി ഒക്കെ ഓരോ സംഗതിയിലേക്ക് ഒക്കെ എടുത്തു വെച്ചു. ഇനി ഇതുമൂന്ന് വേഗം കൊടുക്കാം. അവൾക്ക് പോയി സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണല്ലോ. അപ്പോൾ അവൾക്കുള്ളതൊക്കെ വേഗം സെറ്റാക്കി ലഞ്ച് ബോക്സൊക്കെ ഒന്ന് റെഡിയാക്കി അവളെ പറഞ്ഞിച്ചിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ. അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞാൻ കുടിക്കാനുള്ള വെള്ളം അവിടെ വെച്ചിട്ടുണ്ട്. ആദ്യം ഫ്ലാസ്കിലേക്കുള്ളത് പാർന്നു. ഇനി എനിക്ക് കുടിക്കാനുള്ളത് അത് അവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കുടിക്കണം. ഞാൻ പറയില്ല, ഒരു 10 മണി വരെ ഞാൻ അങ്ങനെ ഒന്നും അതേ എനിക്ക് അങ്ങനെ കഴിക്കണമെന്നില്ല. എന്തെങ്കിലും വെള്ളം അങ്ങനെ കുടിച്ചങ്ങ് നടന്നാൽ മതി. അപ്പോൾ എല്ലാവരും വെള്ളം കുടിക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇനി ഡയറ്റൊന്നും ആവണമെന്നില്ല, ഭയങ്കര ചൂടാല്ലേ. എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കണം. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഈ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മെയ് വരെ നമുക്ക് ഭക്ഷണം കുറച്ച് കുറഞ്ഞാലും വെള്ളം നല്ലോണം കുടിക്കണം. ഇനിയിപ്പോൾ നോമ്പൊക്കെയാണ് വരുന്നത്. വെള്ളം അല്ലേ, ചെറിയ മക്കളൊക്കെ ഇപ്പോൾ ഇതുമൊക്കെ നോമ്പ് വെക്കുമ്പോഴാണ് പേടി. പുലർച്ചയ്ക്ക് നമ്മൾ വിളിച്ചിട്ട് എഴുന്നേൽപ്പ് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ വെള്ളം കുടിക്കില്ല, ഭയങ്കര മടിയാണ്. അപ്പം പിന്നെ അങ്ങനെ സ്കൂളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. സ്കൂളിലൊക്കെ ഇല്ലാത്ത ദിവസമാകുമ്പോൾ വീട്ടിലങ്ങനെ കിടക്കുമ്പോൾ കുഴപ്പമില്ല. സ്കൂളൊക്കെ ചിലപ്പോൾ എക്സാമിൻ്റെ ഒരു ടൈമൊക്കെ ആയിരിക്കും. മാർച്ച് മാസം എന്ന് പറയുന്നത് എക്സാമിൻ്റെ ഒരു മാസമാണല്ലോ. അപ്പോൾ എന്താ അറിയില്ല, ഏതായാലും ഇതുമൊരു ഫുഡൊക്കെ എടുത്ത് ഞാൻ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ചില്ലറ പണികൾ കണ്ടിട്ടോ. എല്ലാത്തിനും ഒരു സ്ലോ ആണ് മൊത്തത്തിൽ വീഡിയോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഇന്നലെയും വീഡിയോ മര്യാദയ്ക്കില്ല ഒക്കെ ആയിട്ട് ഞാൻ എന്താ പറയുക, നമ്മുടെ വിശേഷങ്ങൾ അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിച്ചെന്നുള്ളൂ. അപ്പം ഇതും കഴിച്ചു. പിന്നെ ഇതും കൊണ്ടാക്കി വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് കഴിച്ചു. ഒളപ്പാന്ന് എനിക്ക് വരുള്ളൂ കേട്ടോ, വായിൽ വരുള്ളൂ. കാരണം ഞാൻ അതാണ് ഇവിടെ പറയാറ്, ഒളപ്പ, മക്കളപ്പ അങ്ങനെയൊക്കെയാണ് പറയാറ്. അപ്പം അവർ കഴിച്ചു, നീനൂട്ടി കഴിച്ചു. എല്ലാവരും കഴിച്ച ശേഷം കുറച്ച് കുറുമ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ അത് വെജിറ്റബിൾ കുറുമ ഉണ്ടെന്ന് പറഞ്ഞ തൊട്ട് എനിക്കൊരു കൊതി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതങ്ങോട്ട് ഓർഡർ ചെയ്തു കേട്ടോ. ഓർഡർ ചെയ്തതായിരുന്നു, ആ കൊതിയുണ്ട്. അപ്പോൾ അത് കഴിച്ചു ഞാൻ കുറച്ച്. അതിൽ നമ്മുടെ എന്താ പറയുക, ആ ഒരു കോളിഫ്ലവർ ഉണ്ട്, പിന്നെ ഉള്ളത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. പക്ഷേ ഉരുളക്കിഴങ്ങൊക്കെ അധികമല്ല, ഇച്ചിട്ടുള്ളത് കണ്ടില്ലേ. എല്ലാവരും കഴിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇത്തിരി കണ്ടപ്പോൾ എനിക്ക് അത് മാത്രമാണ് ഞാൻ കഴിച്ചത്. അതിൻ്റെ ഒപ്പം ബട്ടർ കോഫി കേട്ടോ. ബട്ടർ കോഫിയും അതും കുടിച്ചു. പിന്നെ അങ്ങനെ തൽക്കാലം നിർത്തി. കാരണം നമ്മൾ കീറ്റോ ചെയ്യാന്നുള്ള ഒരു ബോധം എനിക്കില്ല കേട്ടോ. അപ്പോൾ എൻ്റേത് കണ്ടൊന്നും ആരും കീറ്റോ ചെയ്യാതിരിക്കുമായിരിക്കും നല്ലത്. കാരണം കല്യാണങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു ചാഞ്ചാടി ഉള്ളൊരു സംഭവമാണ് ഇപ്പോൾ. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഞാൻ വീണ്ടും എന്താ പറയുക, കുറച്ച് നേരം പോയി കിടന്നു. ഇന്ന് ക്ലീൻ ഒന്നും തന്നെ ആകെ നമുക്ക് തലവേദന ഉണ്ടായാൽ പനിക്കാൻ വരുന്ന പോലെയൊക്കെ ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായ ഒരു പരിപാടി നടക്കില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെയും പോയി കുറച്ച് നേരം കിടന്നു. എഴുന്നേറ്റ് വന്ന് പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കി. അവിടെയൊക്കെ പിന്നെ ഒരുവിധം ഒന്ന് ക്ലീൻ ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഡീപ്പായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. കുറച്ച് നേരം നിൽക്കുമ്പോഴേക്കും നമുക്ക് പോയി ഇരിക്കണം കിടക്കണം എന്നുള്ളൊരവസ്ഥയായിരുന്നു. അപ്പം എന്താ പറയുക, മക്കൾക്ക് നീനൂട്ടിയും കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമ്മു സ്കൂളിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചാണ് ഇന്ന് എന്ത് ചെയ്തത്, ലഞ്ച് കഴിച്ചത് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ്, ചിക്കൻ കറി, പിന്നെ കാബേജ് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കാബേജ് തോരനും പിന്നെ ചിക്കൻ കറിയുണ്ട്, കുറച്ച് തൈരായിട്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ബട്ടർ കോഫിയും അത് കഴിച്ചതിന് ശേഷം പിന്നെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഒരു സമയം അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ടോ. ഇതും വന്നിട്ട് നമുക്ക് ഭയങ്കര വിശപ്പാണ്. കാരണം ഈ രാവിലത്തെ ഫുഡാണല്ലോ കൊണ്ടുപോകണത് സ്കൂളിലേക്ക്. അപ്പം വരുമ്പോഴേക്കും പിന്നെ ഇപ്പോൾ ഡാൻസിൻ്റെയൊക്കെ പ്രാക്ടീസും കാര്യങ്ങളും ഒരു ഒഴിവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവൾ വരുമ്പോൾ നല്ല ക്ഷീണമായിരിക്കും, വിശപ്പായിരിക്കും. ഇപ്പോൾ വണ്ണുണ്ടെന്ന് വിചാരിച്ച്, തടിയുണ്ടെന്ന് വിചാരിച്ച് വിശപ്പിനൊരു കുറവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ വന്ന പാടെ അവൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ രാത്രി കഴിക്കണ്ടെന്ന് പറയൂ കേട്ടോ. രാത്രി അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. അപ്പോൾ വന്നിട്ട് വൈകുന്നേരം വന്നിട്ട് ഈ കഴിച്ചോ, പിന്നെ ഒരു 5 മണിക്ക് ശേഷം ഒന്നും കഴിക്കരുത് എന്നൊക്കെ പറയാം. അപ്പോൾ എന്താ പറയുക, എന്നും പറ്റില്ലെങ്കിലും ഇപ്പോൾ അധിക ദിവസം അങ്ങനെയൊക്കെയാണ് കേട്ടോ അവൾ ചെയ്യണത്. അങ്ങനെ നല്ല അതുകൊണ്ട് ഒരു സമാധാനമുണ്ട്. പിന്നെ
അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വേഗം ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ പാത്രം കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് അപ്പോൾ അലക്കിയത് രാവിലെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു കുറേശ്ശെ ഇങ്ങനെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് അതവിടെ കറങ്ങിക്കൊള്ളുമല്ലോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റുക ഉണക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ, അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങിയതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് അവിടെ ഇരുന്ന് മടക്കുക. അപ്പോൾ എന്നും ഞാൻ വേഗം വേഗം മടക്കി വെക്കല, അപ്പോൾ ഇന്ന് ഇരുന്ന് മടക്കാനായിരുന്നുണ്ട്. കാരണം വയ്യ, ഒരു പനിക്കാൻ വരുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ്, പക്ഷേ അതിന് മാത്രം ഇല്ലയെന്ന് തോന്നിയിട്ടോ. പിന്നെ ആ മടക്കലും തിരിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ നല്ലൊരു ചായ കുടിച്ചു. ഇനി ഈ ഒരു ഗ്ലാസ് കേട്ടോ, ഇത്രേ കുടിച്ചിട്ടുള്ളൂ. നല്ല കടുപ്പത്തിലുള്ള ഒരു ചായ, മധുരം. തൊണ്ടവേദന ഉണ്ടായപ്പോൾ അത് കുടിക്കുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ ഈ തൊണ്ടക്കസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഏതായാലും വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും എനിക്ക് നല്ല കുറവുണ്ട്. ഒക്കെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴാണല്ലോ കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ഒരു ചായയോട് കൂടി ഞാൻ ഇന്ന് എൻ്റെ ഫുഡ് കാര്യങ്ങൾ കലാപരിപാടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ വീട്ടിലേക്ക് നോക്കി ഒന്നും കൂടി നോക്കാം. വരാം, ബായ്.